എല്ലാത്തിനും കാരണം ആ ഫോണാണ്. എന്തായി? നീ എന്തിനു വിഷമിച്ചിരിക്കുന്ന? മോളെ സ്കൂളിൽ നിന്ന് മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോള് ഇപ്പൊ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, എക്സാമിനെല്ലാം മാർക്ക് കുറവാന്ന് നല്ല മിസ് പറയുന്നത്. നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ, എന്താ പറ്റിയേ? അറിയില്ല, വേറെ എവിടെയല്ലോ ആണ് ശ്രദ്ധ. എല്ലാത്തിനും കാരണം ആ ഫോണാന്ന്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ കളി നല്ലോണം കൂടുതലാന്ന്. അതന്നെ, ഇപ്പൊ എന്തെല്ലോ ഗെയിം എല്ലാം കേറ്റിട്ട് എപ്പോഴും കളി തന്നെ. ഞാൻ പറഞ്ഞാലൊന്നും കേക്കൂല. അല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഫോൺ കൊടുക്കാൻ നിൽക്കണ്ട. വൈകിട്ട് സ്കൂളിൽ വരുമ്പോ പറഞ്ഞ അച്ഛൻ ഉച്ചക്ക് വന്നപ്പോ ഫോൺ എടുത്ത് പോയി എന്ന് പറഞ്ഞു കേട്ടാ. ഫോൺ അയക്കാൻ കൊടുത്തെന്ന് ഞാൻ ഷോപ്പിൽ കൊണ്ട് വെച്ചെന്നിട്ട് പറഞ്ഞു. മതി, അങ്ങനെ മതി, ഇനി ഫോൺ കൊടുക്കണ്ട. ഫോൺ കൊടുക്കുന്നോണ്ടാണ് പ്രശ്നം. നമ്മള് തന്നെ ഫോൺ കൊടുത്തിട്ട് കൊച്ചിനെ ഇങ്ങനെ ആക്കിയത്. ഇനി പറഞ്ഞാ വേണ്ടേ? നിനക്ക് അത് ശ്രദ്ധിച്ചാ പോരെ? നീ അല്ലേ വീട്ടിലിരിക്കുന്ന ആള്, നിനക്ക് എപ്പോഴും നോക്കിക്കൂടെ? ഞാൻ എവിടെയും പോകുമ്പോ എനിക്ക് കൊച്ചിനെ നോക്കാൻ പറ്റും എപ്പോഴും? ഫോണിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ നോക്കലുണ്ട്. പുതിയ ഫോൺ നിനക്ക് വാങ്ങി തന്നപ്പോ നീ പഴയ ഫോൺ അതിന് കൊടുത്ത് അത് ഫുൾ ടൈം കളി. ഇനി പറഞ്ഞാ വേണ്ടേ? നിനക്ക് കാര്യം ചെയ്യാം, ഫോണും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൊണ്ട് വെച്ചോളൂ. നിനക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ട് വെച്ചോളൂ. കൊണ്ട് ചോറെടുത്താ, എനിക്ക് പോണം. ബാ വെറുതെ കരഞ്ഞിരുന്നിരുന്നാ വേണ്ടേ? ഫോൺ അച്ഛ കൊണ്ടുപോയി ഷോപ്പിലേക്ക്. അച്ഛക്ക് ഷോപ്പിലേക്ക് ആവശ്യമുണ്ട്. അച്ഛക്ക് വേണമെന്ന് പറഞ്ഞു. മോൾട്ടി, ഇതാ എന്റെ വായിലിരിക്കുന്ന കേക്കട്ടെ. അത് അച്ഛക്ക് വേണമെന്ന് പറഞ്ഞു. അച്ഛൻ ഷോപ്പിൽ ആയിരിക്കോ കൊടുത്തത്. വെറുതെ പുന്നാരിക്കണ്ടേ? മോക്കെന്തിനാ ഫോണ്? മോള് ഇത്രയും നാള് കൈലീനെ കൊണ്ടല്ലേ കളിക്ക്. പുന്നാരിക്കല്ലേ ദുർഗേ? ബോൾട്ടി, ഇതാ ആ യൂണിഫോം എല്ലാം മാറ്റിയിട്ട് ഫോൺ തരൂല. ഇനി മുതല് വെറുതെ തല്ലു പിടിക്കണ്ട. ഫോൺ ഇനി മുതൽ തരൂല. മിസ് വിളിച്ചിട്ട് പറഞ്ഞ് പരീക്ഷക്കെല്ലാം മാർക്ക് കുറവാന്ന്. അച്ഛൻ പറഞ്ഞ് ഫോൺ കൊടുക്കണ്ട. അപ്പൊ അവനെ എടുത്ത് വെച്ച് കളിക്കും. പഠിക്കുന്ന ബുക്കാണ് കീറി പഠിക്കുന്നേ. എന്താ ഇത്? എന്താ ഇത്? എന്താ മോളു? എന്താ ഇത്? എന്റെ പൊന്നെ, എന്താ ഇത്? അവന്റെ മുത്തേ, എന്റെ പൊന്നെ, അമ്മേന്റെ മോളോട്ടെ മോള്. അമ്മേന്റെ മോളോ അടിക്കും അമ്മ. എന്താ ഇത്? തരാം, മൊബൈല് തരാം, വാങ്ങിത്തരാം. തരും. അച്ഛൻ വരുമ്പോ കൊണ്ടുവരും. കരയല്ല, അച്ഛൻ വരുമ്പോ കൊണ്ടുവരും. തരൂ. കരയല്ല. കയ്യെന്തിനിങ്ങനെ ആക്കുന്നേ? കയ്യെന്തിനിങ്ങനെ ആക്കുന്നേ? എന്റെ പൊന്നെ, കൈയടക്കി വെച്ചേ. കൈയടക്കി വെച്ചേ. ഉറങ്ങിക്കോ. എനിക്ക്
ആ ഡോക്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആളിപ്പോ ഓക്കെയാണ്. പക്ഷെങ്കിൽ കൈ ഇങ്ങനെ തന്നെ ഈ വിരലിങ്ങനെ വിരലിങ്ങനെ ആക്കുന്നുണ്ട്. അത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ശരിയായിക്കോളൂ, കുഴപ്പമൊന്നുമില്ല അല്ലേ മോളെ? ആ ഡോക്ടർ അവള് ചോദിച്ചിട്ടില്ലേ? സ്കൂളിലൊക്കെ പോണ്ടേ ഇനി? ആ ഫ്രണ്ട്സിനൊക്കെ കണ്ടതല്ലേ? അവള് ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. വേറെ പേടിക്കാനൊന്നുമില്ല ഡോക്ടർ? ഇല്ല ഇല്ല, പറയുന്നതെല്ലാം ചെയ്യുന്നില്ലേ? ആ ഓക്കെ. ആ ഡോക്ടർ, വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും അവളെ കൂടെ ഉണ്ടാവുക, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ടൈം കൊടുക്കുക, ബാക്കിയെല്ലാം ശരിയായിക്കോളൂ. പ്രശ്നമൊന്നുമില്ല. കുട്ടി ഇപ്പം ഓൾറെഡി ഓക്കെയാ. ഓക്കെ കേട്ടാ? ശരി ഡോക്ടർ, താങ്ക് യു. പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു രീതിയാണല്ലേ പുതിയ ഫോൺ മാതാപിതാക്കൾ വാങ്ങുമ്പോൾ പഴയ ഫോൺ മക്കൾക്ക് കൊടുക്കുന്നത്. ഒരു പരിധിവരെ അതൊക്കെ നല്ലതാണ്. മൊബൈലും ഇന്റർനെറ്റും പുതിയ ടെക്നോളജിയും ഒക്കെ നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ്. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ, എന്തിന് വലിയവരുടെ വരെ മനസ്സ് മാറ്റാൻ പറ്റിയ, അവരുടെ ലോകം തന്നെ അതാക്കാൻ പറ്റിയ ഗെയിമുകളുണ്ട്. ഒരു ഗെയിമല്ലേ നമ്മുടെ മക്കൾ കളിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അതിൽ മുഴുവൻ സമയവും മുഴുകി സമൂഹം എന്തെന്നറിയാതെ, ചുറ്റുപാടുകൾ എന്തെന്നറിയാതെ തികച്ചും ഒരു ഫാന്റസി ലോകത്തേക്കാണ് അവർ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ്. മക്കളെ ചേർത്ത് പിടിക്കുക, സ്നേഹം കൊടുത്ത് മൊബൈൽ എന്ന ലോകത്തിന് പുറമെ മറ്റൊരു ലോകമുണ്ടെന്ന് അവരെ മനസ്സിലാക്കി നല്ലൊരു നാളേക്കായി നമുക്ക് അവരെ വാർത്തെടുക്കാം.